ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാർക്കറ്റിലും എന്തായാലും സ്കാം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു സാധാരണക്കാരുടെ ഒരു സെന്റിമെന്റ് അനുസരിച്ചൊന്നല്ല നമ്മുടെ ട്രേഡിങ്ങിന്റെ ചാർട്ടും കാര്യങ്ങളൊന്നും മൂവ് ചെയ്യുന്നത്. എല്ലായിടത്തും വെയിൽസും ഇൻസ്റ്റിറ്റ്യൂഷൻസും അങ്ങനെ നല്ല രീതിയിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നു എന്ന് വേണമെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയാം. അപ്പോൾ നമുക്ക് ഗോൾഡിന്റെ ചാർട്ട് തന്നെ ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് പല ഭാഗത്തും സഡൻ ആയിട്ടൊരു ഡംപിങ് കാണാം. ഇത് സാധാരണക്കാർ നമ്മളെപ്പോലുള്ള ആളുകൾ എല്ലാവരും കൂടിയിട്ട് ഇനി മാർക്കറ്റ് താഴത്തോട്ട് പോകുള്ളൂ, അപ്പോൾ നമുക്ക് ഇവിടെ സെല്ല് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു അരമണിക്കൂറിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് സെല്ല് ചെയ്യുന്നതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ട്. ഒരിക്കലല്ല. പല രീതിയിലും വലിയ വലിയ സഡൻ ആയിട്ടുള്ള റെഡ് ക്യാൻഡിലും ഗ്രീൻ ക്യാൻഡിലുകളും നമുക്ക് പല സൈഡുകളിലും നമുക്ക് ചാർട്ടിൽ കാണാം. ഇതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ വെയിൽസ് ആയിക്കോട്ടെ നമ്മൾ പല ടൈമുകളിലാണ് ഇവരൊക്കെ വിളിക്കുന്നത്. ക്രിപ്റ്റോയിൽ കൂടുതലും വെയിൽസ് എന്നാണ് നമ്മൾ പറയാറ്. പിന്നെ നമ്മൾ ഫോറക്സ് അതുപോലെ സ്റ്റോക്കിലൊക്കെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനത്തെ രീതിയിൽ നമ്മൾ പറയുന്നു. ഏത് രീതിയിലായാലും ഇവരുടെ ഉദ്ദേശം ഇത് തന്നെയാണ്, മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് ഗോൾഡിന്റെ ചാർട്ടാണ്. നമ്മൾ നിഫ്റ്റിയിലോട്ട് വന്നു എന്ന് വിചാരിക്കുക. ഇവിടെ സെബി പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരിക്കലും മാനിപ്പുലേറ്റ് നടത്താൻ പറ്റില്ല. അപ്പോൾ അത് നല്ല രീതിയിൽ റെഗുലേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നതെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ വലിയൊരു സ്കാമും തട്ടിപ്പൊക്കെ നടന്നിട്ട് നമ്മുടെ ഫോറിൻ കമ്പനി ഇവിടുന്ന് കാശ് അടിച്ചോട്ട് അവർ കംപ്ലീറ്റ്ലി അടിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. അവർക്ക് ബ്ലോക്കിങ്ങും ബാങ്ക് അക്കൗണ്ട് വഴി എന്തോ ഫ്രീസിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുണ്ട്. എന്നിരുന്നാലും അവർക്കും ഫണ്ട് ഇവിടെ വെച്ചിട്ട് മാനിപ്പുലേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എത്രത്തോളം റെഗുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും ഇതൊക്കെ മാർക്കറ്റ് നടക്കുന്നുണ്ട്. ജൂലൈ 21 സഡൻ ആയിട്ട് മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ വലിയൊരു റെഡ് ക്യാൻഡിൽ ഭയങ്കര ഒരു സെൽ ഓഫ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് 30 മിനിറ്റിൽ തന്നെ സഡൻ ആയിട്ടൊരു പമ്പിങ് കാണുന്നുണ്ട്. ഇതൊക്കെ നോർമലായിട്ടൊരു യൂസേഴ്സ് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ചെയ്യുന്നതാണെന്ന് കരുതുന്നുണ്ട്. ഒരിക്കലല്ല. മാർക്കറ്റിൽ എപ്പോഴും ഇതുപോലത്തെ നല്ല രീതിയിലുള്ള ഏത് മാർക്കറ്റ് ആയിക്കോട്ടെ, സ്റ്റോക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ, ഫോറക്സിൻ്റെ മാർക്കറ്റ് ആയിക്കോട്ടെ, ക്രിപ്റ്റോ മാർക്കറ്റ് ആയിക്കോട്ടെ, ഞാൻ വേണമെങ്കിൽ ബിറ്റ് കോയിൻ്റെ കാണിച്ചു തരാം. ബിറ്റ് കോയിൻ ഇവിടെ സഡൻ ആയിട്ടൊരു ഡംപിങ് പോകുന്നു. അതുപോലെ തന്നെ അത് ബൈങ് പ്രഷർ ചെയ്തിട്ട് അത് മുകളിലോട്ടൊരു ഗ്രീൻ ലൈറ്റ് തന്നെ ക്ലോസ് ചെയ്തു. ഇത് നോർമലായിട്ടുള്ള ആളുകൾ ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഡംപിങ് ചെയ്തിട്ട് എല്ലാവരും കൂടിയിട്ട് ഇവിടെ ടിപ്പ് കണ്ടപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് ഈ ഒരു ജസ്റ്റ് ഒരു 30 മിനിറ്റിൻ്റെ ചാർട്ട് ഞാൻ ഇട്ടിരിക്കുന്നത്. ഈ 30 മിനിറ്റിൽ എല്ലാവരും കൂടി ഒന്നിച്ച് അങ്ങനെ ഒരു ഐഡിയ വന്നൊന്നും തോന്നുന്നുണ്ടോ? ഇല്ല. ഇതൊക്കെ കംപ്ലീറ്റ് ലിക്വിഡേറ്റ് ആക്കാനും അതുപോലെ തന്നെ മാർക്കറ്റ് വീണ്ടും പുഷ് ചെയ്ത് കയറ്റി എല്ലാവരും കൊണ്ട് ഒരു ലോങ് എടുത്തിട്ട് വീണ്ടും ഒരു പോർഷൻ വന്നിട്ട് വീണ്ടും അവിടെ നിന്ന് ഒരു സെൽ ഓഫ് വന്നിട്ട് അതും ലിക്വിഡേറ്റ് ആക്കാനുള്ള പല മൂവ്മെൻറ്റുകളും മാർക്കറ്റിൽ നടക്കുന്നതാണ്. നോക്കിയൊക്കെ 0.85% ആണ് ഇവിടെ താഴത്തോട്ട് ക്രാഷ് ആയത്. അതിനുശേഷം ഈ ഒരു താഴെ നിന്നും നമുക്ക് നോക്കി നോക്കാം. ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആയ ഒരു ടൈം വരെ ഏകദേശം 0.95, അതായത് 1% ആണ് ഒരു 30 മിനിറ്റിൽ പോലും നടക്കുന്നത്. ഇതുപോലെ ഏത് മാർക്കറ്റിലായിക്കോട്ടെ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, സാധാരണക്കാരെന്താ ചെയ്യുക, ഇത് പല രീതിയിലും മാനിപ്പുലേറ്റ് നടക്കുന്ന ഇത്തരം മാർക്കറ്റിലെ ഇൻഡിക്കേറ്റേഴ്സിൽ പോയിട്ട് RSI നോക്കും, MACD നോക്കും, ബോളിഞ്ചർ ബാൻഡ് നോക്കും, ഫിബിനാച്ചി നോക്കും. ഇതുപോലെ ഒരുപാട് ടൂളുകളും കാര്യങ്ങളൊക്കെ എല്ലാവരും നോക്കും. പക്ഷേ ഈ ടൂളുകളൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും? ഒരിക്കലും കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം ഇതൊക്കെ അപ്ലൈ ചെയ്തിട്ട് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എല്ലാവരും ഇത് യൂസ് ചെയ്യും. അത് മാത്രമല്ല, ഒരു നോർമലായിട്ടുള്ള ഒരു ഓർഗാനിക് ഹെൽത്തി മൂവ്മെൻറ്റ് നടക്കുന്ന ഒരു ചാർട്ടിലാണെന്നുണ്ടെങ്കിൽ ഇത് പ്രോഫിറ്റബിൾ ആവുകയും ചെയ്യും. എന്നാൽ പല സിറ്റുവേഷനിലും യൂസേഴ്സിൻ്റെ കാശ് അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടും വെയിൽസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഇത്തരം മാർക്കറ്റിൽ പല സമയത്തുമായിരിക്കും അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റാൻഡമായിട്ട് എപ്പോഴും ഒരു സൈക്കിൾ പോലെ നടക്കുന്ന ഇത്തരം കേസുകളിൽ ഇത്തരം ഇൻഡിക്കേറ്ററുകളൊന്നും നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. നമുക്ക് ഒരിക്കലും പ്രോഫിറ്റ് കിട്ടില്ല. ഇനി നമുക്കിത് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ പല വാല്യൂസും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടാവും. പക്ഷേ അവിടെയാണ് മെയിൻ പ്രശ്നം കിടക്കുന്നത്. നമ്മളിതൊക്കെ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നത് പ്രീവിയസ് ബാക്കിലോട്ട് പോയിട്ട് നമ്മൾ ഈ ചാർട്ട് നമ്മൾ ഓൾറെഡി കാണുന്നുണ്ട് ഇല്ലേ, നമ്മുടെ കണ്ണിൽ കാണുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മളിങ്ങനെ സ്ക്രോൾ ഔട്ട് ചെയ്തിട്ട് ബാക്കിലോട്ട് പോയിട്ട് നമ്മളിത് പല ഭാഗത്ത് അപ്ലൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റിൽ ഉണ്ട് ഇതിൻ്റെ മൂവ്മെൻറ്റിന് എങ്ങോട്ടായിരിക്കും എന്നുണ്ട്. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് നമ്മൾ ഓരോന്നും നമ്മുടെ സങ്കല്പങ്ങളാണ് ഇവിടെ ജസ്റ്റ് നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സങ്കല്പങ്ങൾ പെർഫെക്റ്റായി വർക്ക് ചെയ്യും. കാരണം നമുക്കറിയാതെ എങ്ങോട്ടാണ് മൂവ്മെൻറ്റ് വരാമെന്ന്. അപ്പോൾ നമുക്കിവിടെ പ്രോഫിറ്റബിൾ ആവുന്ന രീതിയിൽ മാത്രമേ നമ്മൾ കാര്യങ്ങൾ ചിന്തിക്കുള്ളൂ. ലോസ് വരുന്ന കാര്യങ്ങൾ നമ്മൾ അവിടെ എടുക്കില്ല, ഇന്ന കാരണം കൊണ്ട് നമ്മളത് എടുക്കില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിക്കും ചെയ്യും. എന്നാൽ ലൈവ് മാർക്കറ്റിലോട്ട് പോകുമ്പോൾ നമ്മുടെ പല ഡിസിഷൻസും അവിടെ തെറ്റി നമുക്ക് ലോസ് വരും ചെയ്യും. അപ്പോൾ ഞാൻ പറയുന്നത് ബാക്ക് ടെസ്റ്റും ഇതുപോലെ തന്നെ നമ്മുടെ മൈൻഡിൽ വരുന്നൊരു വലിയൊരു മിസ്റ്റേക്കാണ്. ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ എപ്പോഴും ഇപ്പോൾ ഗോൾഡിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു മാസം നിങ്ങൾ എന്നും ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാസത്തെ ചാർട്ടല്ല നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ പെട്ടെന്ന് ഒരു റാൻഡം ആയിട്ടുള്ള ഒരു കഴിഞ്ഞ വർഷം റാൻഡം ആയിട്ടുള്ള ഒരു ഇയറിലോട്ട് പെട്ടെന്ന് അങ്ങ് സ്ക്രോൾ ഔട്ട് ചെയ്യും. ഇപ്പോൾ ഇത് നമുക്ക് ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ട് ആയതുകൊണ്ട് നമുക്ക് പ്രീമിയം വേണം. നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ബ്രോക്കറിൻ്റെ ചാർട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു റാൻഡം മാസത്തിലോട്ട് നമ്മൾ വേഗം സ്ക്രോൾ ഔട്ട് ചെയ്ത് വേഗം പോകുക, എന്നിട്ട് വേഗം സൂം ചെയ്യുക, എന്നിട്ട് ഒരു പോർഷനിൽ വെച്ച് കൊണ്ടുവയ്ക്കുക. അതായത് ഈ ഒരു ഏരിയയിൽ കൊണ്ടുവയ്ക്കുക. നിങ്ങൾക്ക് നെക്സ്റ്റ് ഇനി എന്താണ് നടക്കണമെന്ന് പെട്ടെന്നൊരു ഓർമ്മ കിട്ടാത്തൊരു ഭാഗത്തോട്ട് കൊണ്ടുവയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് ഓരോ ക്യാൻഡിൽ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ചാർട്ട് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമുക്കറിയാം. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഭാഗം കാണുമ്പോൾ ഓക്കെ ഇവിടെ റെഡ് വന്നു, ഇനി ഇവിടുന്ന് ഞാൻ ലോങ് ആണ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും വരയ്ക്കുകയാണെങ്കിൽ വരയ്ക്കുക. അതിനുശേഷം നിങ്ങൾ ഇവിടുന്ന് പൊസിഷൻ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ട്രേഡിംഗ് വ്യൂവിൽ. നമുക്ക് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുക്കണം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതിനുശേഷം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ചാർട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ലോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ അത് ലോസ് ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വീണ്ടും ഒന്ന് മൂവ് ചെയ്തതിന് ശേഷം ഇവിടെ ഡംപിങ് ആണ്, ഇനി ഞാൻ ഇവിടുന്ന് ലോങ് ആണ് എടുക്കുക. നിങ്ങൾ എന്താണ് ഇൻഡിക്കേറ്ററുകൾ യൂസ് ചെയ്യേണ്ടത്
സെൻറ്റിമെൻറ്റിൻ്റെ അതൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അതിനുശേഷം വീണ്ടും ഒന്ന് നോക്കി നോക്കുക, അതിനുശേഷം നിങ്ങൾക്ക് പ്രോഫിറ്റ് അവിടെ വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കി നോക്കുക. ഇങ്ങനെ ബാക്ക് ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അല്ലാതെ നിങ്ങൾ എന്നും ട്രേഡ് ചെയ്യുന്ന ഒരു പെയറിൽ ജസ്റ്റ് ഈ ഒരു മാസത്തെ ഒരു കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പോകരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിൽ ഏത് മാർക്കറ്റിലായാലും ബിറ്റ് കോയിൻ ആയിക്കോട്ടെ, നിഫ്റ്റി ആയിക്കോട്ടെ, ഫോറക്സിൽ ഗോൾഡ് ആയിക്കോട്ടെ, ഏത് പെയറിലായിക്കോട്ടെ, നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ ഇത്തരം സ്കാമുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ബിറ്റ് കോയിനിലായിക്കോട്ടെ, നിഫ്റ്റിയിലായിക്കോട്ടെ, എല്ലായിടത്തും മാനിപ്പുലേറ്റ് ഉണ്ട്. ഇത്തരം മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റിൽ ഒരിക്കലും ഇൻഡിക്കേറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറൊരാൾ പറയുന്ന കേട്ടിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് വെച്ചിട്ടോ ഒരു ടൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തായാലും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇതാണല്ലോ മെയിൻ പോയിന്റ്. നമ്മളിവിടെ എന്ത് ചെയ്തിട്ടും നമുക്ക് കാര്യമില്ല എന്നറിയാം. നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെ ഇവിടെ ഒരു ഗ്രീഡായിട്ട് കാര്യങ്ങൾ കാണുന്നുണ്ടാവും, ഒരു ഗാംബ്ലിംഗ് പോലെ കാണുന്നുണ്ടാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഗാംബ്ലിംഗ് പോലെ കണ്ടാലും കുഴപ്പമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും കാര്യങ്ങൾ നടക്കുന്നത് ഒരു ഹെൽത്തി മൂവ്മെൻറ്റും കാര്യങ്ങളൊന്നുമല്ല, കംപ്ലീറ്റ്ലി മാനിപ്പുലേറ്റ് തന്നെയാണ് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇത്തരം വലിയൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, നിങ്ങൾ വന്നിട്ട് ലോൺ എടുത്തിട്ടുള്ള കാശോ അല്ലെങ്കിൽ നിങ്ങളുടെ വല്ല അസറ്റ് ഉണ്ടെങ്കിൽ അത് സെല്ല് ചെയ്തിട്ടുള്ള കാശോ അല്ലെങ്കിൽ കടം വാങ്ങിയിട്ടുള്ള കാശോ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളിവിടെ ട്രേഡ് ചെയ്ത് ലോസ് മാത്രമാണ് ഉണ്ടാക്കുള്ളൂ. ഈ ലോസ് വരുത്തിയിട്ട് നിങ്ങൾ ആത്മഹത്യ ചെയ്തിട്ടോ നാട് വിട്ട് പോയിട്ടോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ തല്ലിപ്പൊളിച്ചിട്ടോ ഇതൊന്നല്ല ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്കും അറിയില്ല. ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളൂ. കാരണം സൊല്യൂഷൻ അറിയാമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഇരുന്ന് വന്നിട്ട് ഇതിങ്ങനെ യൂട്യൂബിൽ ഇരുന്നിട്ട് പറയേണ്ട കാര്യമില്ല. എനിക്ക് ആ സൊല്യൂഷൻ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കതിന് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ മാത്രം പോരെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രേഡിങ് ലോകത്തിൽ ട്രേഡിങ് ആയിട്ട് സക്സസ് ആയിട്ടുള്ള ഒരു എത്ര ശതമാനം ഉണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കി നോക്കുക. നിങ്ങൾ ChatGPT ഉണ്ടല്ലോ, ഇപ്പോൾ ഗ്രോക്ക് ഉണ്ടല്ലോ, ഇതൊക്കെ വഴി നോക്കി നോക്കാം. വളരെ ചെറിയൊരു ശതമാനം, 1%, 1.5% ഉള്ളൂ. അവരും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഓരോ വർഷം കഴിയും തോറും ഒരു വ്യക്തി തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 0% നിൽക്കുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ ഇന്ന് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടായി, അല്ലെങ്കിൽ കഴിഞ്ഞ മാസം ട്രേഡ് ചെയ്തിട്ട് ഓവറോൾ പ്രോഫിറ്റ് ആണ്. പക്ഷേ നിങ്ങൾക്കത് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അത് ട്രേഡ് ചെയ്ത്, നിങ്ങൾക്ക് എന്തെങ്കിലും സീക്രട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്തോ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളോടാണ്. നിങ്ങൾ ഏത് മാർക്കറ്റ്, ഇപ്പോൾ ഫോറക്സ് ഇതുപോലെ തട്ടിപ്പാണ്, അവിടെ എങ്ങനെ ട്രേഡ് ചെയ്തിട്ടും പ്രോഫിറ്റ് വരുന്നില്ല, ക്രിപ്റ്റോ അതിനും വലിയ തട്ടിപ്പാണ്, എന്നാൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് പിന്നെയും ട്രസ്റ്റബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ സംഭവം അടക്കം അതും വേണ്ട. നിങ്ങൾ നിഫ്റ്റിയുടെ ചാർട്ടിലുണ്ടായ, ഞാൻ മോർണിംഗിൻ്റെ ഓപ്പണിങ്ങും പിന്നത്തെ നെക്സ്റ്റ് 30 മിനിറ്റിൻ്റെ ക്യാൻഡിലിൻ്റെ കഥയാണ് ഇവിടെ കാണിച്ചത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ഒരിക്കലും ഇതൊരു പ്യുവറായിട്ട് ട്രസ്റ്റബിൾ ആയിട്ടുള്ളൊരു ചാർട്ടും കാര്യങ്ങളാണ്, മാർക്കറ്റാണെന്ന് വിചാരിച്ചിട്ട് വരരുത്. അപ്പോൾ പറഞ്ഞു തരാനുള്ളത്, ട്രേഡിങ്ങിൽ എന്തായാലും സക്സസ് ആവില്ല, പക്ഷേ സക്സസ് ആവുന്ന വലിയൊരു ശതമാനമുണ്ട് ഇത്തരം കാര്യങ്ങളിൽ. അവരാണ് ഇൻവെസ്റ്റേഴ്സ്. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാം. അതിന് നിങ്ങൾ വലിയൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആളൊന്നും ആവേണ്ട കാര്യമില്ല. സിമ്പിളായിട്ട് ബൈലോ, അതായത് ഏറ്റവും ഡൗൺ ആയിട്ട് മാർക്കറ്റ് ക്രാഷ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല സ്റ്റോക്കുകൾ മേടിച്ച് ഹോൾഡ് ചെയ്യാം. അതായത് എന്തെങ്കിലും അത് തിരിച്ചു കയറുന്ന ഉറപ്പാണ്. അത് തിരിച്ചു കയറുമ്പോൾ നമുക്ക് അവിടെ സെല്ല് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാം. ഇതും ഒരു ട്രേഡിംഗ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ കണ്ടോ. പക്ഷേ ഇതിന് നമുക്ക് പെട്ടെന്ന് ഒരു അരമണിക്കൂർ കൊണ്ടോ 15 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു 6 മണിക്കൂർ കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ഒരു വലിയ റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് വിചാരിച്ച് കാണരുതെന്നാണ് എനിക്ക് പറയാനുള്ളൊരു ഒപ്പീനിയൻ. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുക, നിങ്ങൾ ഏതായിക്കോട്ടെ. ക്രിപ്റ്റോ നല്ല ഹൈ റിസ്ക് ആണ്, പക്ഷേ നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള പല US സ്റ്റോക്ക് മേടിക്കാം. അത് INT മണി വഴിയും ഗ്രോ ആപ്പ് വഴിയൊക്കെ മേടിക്കാൻ പറ്റുന്ന ഓപ്ഷനുകളൊക്കെ ഇപ്പോൾ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗോൾഡ് വാങ്ങി വയ്ക്കാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ബിറ്റ് കോയിനും മേടിച്ച് SIP ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു ഭൂരിഭാഗവും സക്സസ് ആണ്. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് ഉദ്ദേശിച്ച് നിങ്ങൾ ഇന്ന് വാങ്ങിയിട്ട് നാളെ സെല്ല് ചെയ്യുക, അത്തരം പരിപാടിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ മേടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, മേടിക്കുമ്പോൾ ഒന്ന് ഡൗൺ ആയിട്ടോ ക്രാഷ് ആയിട്ടോ നിൽക്കുന്ന സമയത്ത് മേടിച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഇനി നിങ്ങൾ ഹൈയിൽ വാങ്ങി പോസിറ്റീവിൽ വാങ്ങിയാലും നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാനുള്ളൊരു മനക്കരുത്തുണ്ടെങ്കിൽ, അതായത് ക്ഷമയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കുഴപ്പമില്ല, ആ ഒരു ഓപ്ഷനും കുഴപ്പമില്ല. കാരണം ആ ഒരു പ്രൈസിലോട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ എന്തായാലും കയറും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ട്രേഡിങ്ങിനേക്കാളും ബെറ്ററാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഇനി നിങ്ങൾക്ക് ട്രേഡിങ് ചെയ്തേ അടങ്ങും. ട്രേഡിങ്ങിൽ നിന്ന് പ്രോഫിറ്റ് മാത്രം എനിക്ക് ഉണ്ടാക്കണം, അതുപോലെ ട്രേഡിങ് മാത്രം എനിക്ക് കഴിയൂ, അതിനുള്ള ക്ഷമ എനിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലോസാണ് വരത്തുള്ളൂ. അപ്പോൾ എനിക്ക് നെക്സ്റ്റ് ഒരു കാര്യം കൂടി വേണമെങ്കിൽ ഒരു ചെറിയൊരു കാര്യം ഞാൻ പോയിന്റ് കൂടി പറഞ്ഞിട്ട് വേണമെങ്കിൽ നിർത്താം. അതായത് നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും ലോസ് മാത്രമല്ല ഉണ്ടാക്കുന്നുള്ളൂ, അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമല്ലേ. എന്നാൽ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ട്രേഡിങ് സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ലോസ് ഉണ്ടാക്കിയാലും അത്രയും പ്രോഫിറ്റ് അപ്പുറത്ത് ഉണ്ടാകുന്നുണ്ട്. അത് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ജസ്റ്റ് ഒന്ന് ആലോചിക്കുമ്പോൾ കിട്ടുന്നുണ്ടല്ലോ. അതായത് നിങ്ങൾ എങ്ങനെ ട്രേഡ് ചെയ്യുമ്പോഴും ലോസാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് പ്രോഫിറ്റ് ആണെങ്കിൽ നാളെ മറ്റന്നാളോ അതിൻ്റെ പിറ്റന്നാളൊക്കെ ലോസാണ്. എന്നാൽ നിങ്ങൾ ഈ ചെയ്യുന്ന ട്രേഡുകളൊക്കെ ഒരു റിവേഴ്സായിട്ട് വേറെ എവിടെയെങ്കിലും നടക്കുന്നുണ്ടെന്നൊന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു
ചെയ്യുന്ന ആ ഒരു റിവേഴ്സ് നടക്കുന്ന ആ ഒരു സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എവിടെയാണോ ട്രേഡ് നടക്കുന്ന ആ ഒരു വ്യക്തിയാണോ ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി സക്സസ് ആയിരിക്കില്ലേ. അപ്പോൾ അങ്ങനെ ഒരു പോസിബിളും ട്രേഡിങ്ങിലുണ്ട് ഇല്ലേ. അപ്പം നിങ്ങൾക്ക് ചെയ്യാവുന്നത്, നിങ്ങൾ ട്രേഡ് ചെയ്യണതിൻ്റെ ആ ഒരു കൺസെപ്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ട്രേഡ് എടുക്കുക എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ചെയ്താലും ലോസ് വരും. കാരണം നമുക്കറിയാം, നമ്മുടെ മൈൻഡിലുണ്ട് നമ്മൾ ഈ ട്രേഡ് എടുക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ട്രേഡ് അവിടെ വന്നു കഴിഞ്ഞാൽ സക്സസ് ആവും എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരിക്കും നമ്മൾ പിന്നെ എടുക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ എത്ര ചെയ്താലും അത് ലോസ് തന്നെയാണ് വരുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയൊരു ഓപ്ഷനാണ് ഇത് പറഞ്ഞിട്ട് ഇതിൻ്റെ പിന്നാലെ പോകാൻ നിൽക്കണ്ട. ഞാൻ ഇപ്പോഴും 100% പറയുന്നതും ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് എനിക്ക് തോന്നിയൊരു ഐഡിയ ഞാൻ ഷെയർ ചെയ്യണമെന്നുള്ളൂ. ഇത് ട്രൈ ചെയ്യേണ്ടതെന്ന് തന്നെയാണ് ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ നിന്ന് തന്നെ പ്രോഫിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നമുക്ക് വല്ല സിഗ്നൽസ്, പ്രീമിയം സിഗ്നൽസ്, പെയ്ഡ് സിഗ്നൽസ്, അങ്ങനത്തെ പരിപാടികളുണ്ട്. ഇതൊക്കെ തട്ടിപ്പാണ്. പക്ഷേ ഇത്തരം തട്ടിപ്പുകളിൽ പോയിട്ട് നമ്മൾ വീണിട്ട് അവിടെ നമ്മൾ ലോസ് എല്ലാം ഉണ്ടാക്കുന്നുള്ളൂ, അവിടെ ഉള്ളവരും ലോസ് എല്ലാം ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇത്തരം വല്ല പ്രീമിയം ആയിട്ടുള്ള ഹൈ റിട്ടേൺ ഒക്കെ തരും എന്നൊക്കെ പറയുന്ന വല്ലവരുടെയും വല്ല സിഗ്നൽസോ കാര്യങ്ങളോ ഫ്രീ ആയിട്ട് വല്ല വഴിയിൽ കിട്ടുന്നുണ്ടെങ്കിൽ, കാശ് കൊടുത്തത് മേടിക്കാൻ നിൽക്കണ്ട, ഫ്രീ ആയിട്ട് എങ്ങാനും കിട്ടുന്നുണ്ടെങ്കിൽ ആ ട്രേഡുകളുടെ റിവേഴ്സ് നിങ്ങളൊന്ന് ഒരു ആഴ്ച ഒന്ന് ഫോളോ ചെയ്ത് നോക്കി നോക്കും. ട്രേഡ് ചെയ്യാനല്ല പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു സോഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ വരുന്ന ഒരു 10 ദിവസത്തെ ട്രേഡുകൾ അവർ തരുന്ന സിഗ്നൽസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഞാൻ എടുത്തു എന്നുള്ള രീതിയിൽ ചാർട്ടിൽ പല ഭാഗത്ത് മാർക്ക് ചെയ്തിട്ട് ഒരു 1 വീക്കോ അല്ലെങ്കിൽ ഒരു 10 days ഒന്ന് നോക്ക്. എന്നിട്ട് അവിടെ നല്ല സക്സസ് റേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവർ തരുന്ന പ്രീമിയം സിഗ്നൽസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്ത് നോക്കി. അതെൻ്റെ വന്നൊരു ആശയം മാത്രമാണ്. ഇത് നാളെ തന്നെ പോയി നാളെ തന്നെ കാശിട്ടിട്ട് ട്രേഡ് ചെയ്യാനല്ല. നിങ്ങളൊന്ന് നോക്ക്. നിങ്ങൾ ഏത് മേഖലയിലാണോ, സ്റ്റോക്കിലാണോ, ഫോറക്സിലാണോ, ക്രിപ്റ്റോയിലാണോ, നിങ്ങൾക്ക് വല്ല പെയ്ഡ് സർവീസുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വലിയ കഥ പറച്ചിൽ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ വലിയൊരു ഇൻഫ്ലുവൻസർ വന്നിട്ട് ഈ സ്ക്രിപ്റ്റ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ജോലിക്കൊന്നും പോകണ്ട, ദിവസം അങ്ങനെ കാശ് മാത്രം കിട്ടിയാൽ മതി എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ. ആ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, ആ സ്ക്രിപ്റ്റ് നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും എടുത്തുണ്ടെങ്കിൽ ആ സ്ക്രിപ്റ്റ് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ നേരെ റിവേഴ്സ് ചെയ്ത് നോക്കി. ഒരിക്കലും അവനെ വിശ്വസിക്കാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ ആ ഒരു ഐഡിയ വിശ്വസിക്കാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ ആ ഒരു സിഗ്നലോ ആ ചാനലോ വിശ്വസിക്കാൻ നിൽക്കണ്ട. അതിൻ്റെ ഓപ്പോസിറ്റെങ്കിലും ഒന്ന് മാർക്ക് ചെയ്യും. ട്രേഡ് എടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്, മാർക്ക് ചെയ്തിട്ടൊന്ന് നോക്കി നോക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് സക്സസ് വരാനുള്ള ചാൻസ് കുറച്ച് കൂടുതലുണ്ട്. അത്രേ ഉള്ളൂ. ഇത് ഞാൻ പറയുന്നത് ജസ്റ്റ് ഒരു കൺസെപ്റ്റ് മാത്രമാണ്, വേറെ ഒന്നുമല്ല. ഒരു ഫിക്ഷനായിട്ട് കണ്ടാൽ മതി നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയും കുറച്ചധികം കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും വരും വീഡിയോകളിലൊക്കെ ഞാൻ അത് ഷെയർ ചെയ്യാം. അതുമാത്രമല്ല, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇത്തരം കാര്യങ്ങളും പല ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളവിടെ ഇപ്പോൾ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതായത് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ടെലിഗ്രാമിൽ ഒന്ന് ജോയിൻ ചെയ്തൊക്കെ നമുക്ക് പല കാര്യങ്ങളും അവിടെ ഡിസ്കസ് ചെയ്തിട്ട് ഒരു ഫണ്ണായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ഗൈസ്. എല്ലാവർക്കും ബൈ.